15-നാണല്ലോ എല്ലാ ദൈവമക്കളും നമ്മുടെ സഭയിലെ 100% ആൾക്കാരും അത് ഉണ്ടായിരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. 19, 20 അമേൻ. ഞാൻ നോക്കിയിട്ട് ഒരു അവധി എടുക്കാൻ പറ്റിയ അവസരമാണ് അത്, എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ. പ്രൈസ് ദി ലോർഡ്. പണ്ട് ദേവദാസൻ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെയോട് പറഞ്ഞു, മരിക്കുകയാണെങ്കിൽ യേശുവിൻ്റെ നാമത്തിന് വേണ്ടി മരിക്കുകയാണ് എന്ത് സന്തോഷമാണ് എന്ന് പറയുന്ന പോലെ ഒരു അവധി എടുക്കുകയാണെങ്കിൽ സഭയുടെ ഒരു പ്രോഗ്രാമിന് വേണ്ടി അവധി എടുക്കണം. പ്രൈസ് ദി ലോർഡ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അടുത്ത ശനിയാഴ്ച എല്ലാവരും 5 മണിക്ക് നേരത്തെ എത്തണേ. കഴിഞ്ഞ ദിവസങ്ങളായി സൺഡേ സ്കൂളിലെ പ്രിൻസിപ്പാള്, ട്രസ്റ്റാർ, സഭയുടെ സെക്രട്ടറി, അതുപോലെ മറ്റു ഉത്തരവാദിത്ത പ്രിയപ്പെട്ടവർ, യൂത്ത് സെക്രട്ടറി എന്ന് വേണ്ട എല്ലാവരും കൂടെ ജോയിൻ്റായിട്ട് വളരെ ഹാർഡ് വർക്ക് ചെയ്യുകയാണ്. ഞാനൊരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ, സമയം വളരെ പോകുന്നല്ലോ. നമ്മളുടെ പക്ഷേ അത് നമ്മുടെ വീട്ടിലെ വിഷയങ്ങളാണ്. കാരണം അടുത്ത ആഴ്ച പ്രോഗ്രാം വരിക. ഞാൻ കഴിഞ്ഞ വർഷത്തെ പോലെ എക്സ്പീരിയൻസാണ് പറയുന്നത്. അതുകൊണ്ട് അതും ഒരു വലിയ ഹൈലൈറ്റ് ചെയ്ത് ടിക്ക് മാർക്ക് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കില്ല. ചെറിയ ചെറിയൊക്കെ വരും. ഇവിടെ എല്ലാം വിഷയങ്ങൾ സെൻസർ ചെയ്ത് എന്നോട് ചോദിച്ച് പെർമിഷൻ ചെയ്യിച്ചിട്ടാണ് 100% കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇൻറ്റൻഷനാണ് നമ്മൾ ഓർക്കേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങളെ അവർക്ക് പ്രോത്സാഹനം കൊടുക്കുക. നമ്മുടെ ചെറിയ കൂടെ അതിന് വളരെ ഭംഗിയായിട്ടെല്ലാം ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ചെറിയ ചെറിയ പോരായ്മകൾ വന്നാലും എല്ലാവരും സഹകരിച്ച് കൈയോട് കൈ ചേർത്ത് പിടിച്ച് നമുക്ക് ഒരുമിച്ച് അത് ചെയ്യണം. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ ദാസന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. സഭയായി പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ആരംഭിക്കുക. കർത്താവിൻ്റെ ദാസനെ ദൈവം ബലപ്പെടുത്തിയല്ലോ. കുടുംബമായി ദൈവം ഉപയോഗിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. കണ്ണുകളേക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഈ നല്ല പകൽ സമയത്തിനായി സ്തോത്രം. കടന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതത്തിൻ്റെ, വിടുതലിൻ്റെ, നന്മ പ്രാപിച്ചതിൻ്റെ ദൈവിക അനുഗ്രഹങ്ങളുടെ കർത്താവേ സാക്ഷ്യങ്ങൾ പാൻ ദൈവമിടയാക്കിയല്ലോ കർത്താവേ. ഞങ്ങളുടെ സഭയിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ദൈവം സൂക്ഷിച്ചല്ലോ കർത്താവേ. ശത്രു ആരെയും വീഴ്ച കളയാതെ, താറുമാറാക്കി കളയാതെ പരിപാലിച്ചല്ലോ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളെ ചെറിയ കൂട്ടമേ ഭയപ്പെടേണ്ട, എൻ്റെ പിതാവ് നിങ്ങളെ പ്രസാദിച്ചിരിക്കുന്നുള്ള ദൈവവചനത്തിനായി സാധുക്കളായ ഈ ചെറിയ കൂട്ടത്തെ കർത്താവിത്വത്തോളം വളർത്തില്ല കർത്താവേ. ദൈവത്തിന് കൃപയ്ക്കായി നടന്നവനും ഏതുമില്ല വളരുമാറാക്കിയ ദൈവത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. ഐക്യതയോടെ ഒരുമയോടെ നിൽക്കുവാൻ ദൈവം എല്ലാവരും ണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ദൈവം തന്നെ കൃപയ്ക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ച എല്ലാ വിഷയങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ കൃപ ഞങ്ങളോട് കൂടെ എല്ലാവരും കൂടെ ഇരിക്കണം. തുറന്നൊരു ശുശ്രൂഷകളെ ദൈവം ആദരിക്കണം. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടോണ്ട് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടും. മീറ്റിങ്ങിന് ശേഷം സഭയുടെ സെക്രട്ടറിയും അതിനുശേഷം ട്രഷറർ മുമ്പോട്ട് കൊണ്ടുവന്ന് അവർ നിക്ഷിപ്തമായ അടുത്ത മീറ്റിങ്ങിനെ പറ്റിയുള്ള വിവരങ്ങൾ അറിയിക്കുന്നതായിരിക്കുമെന്നും ഓർപ്പിക്കുന്നു. ഇന്ന് നമ്മുടെ മധ്യ 2 അഭിഷിക്തന്മാർ ദൈവവചനം സംസാരിക്കും. അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടായിരിക്കും. 2 പേരും ചുരുക്കം ചില അതിനുശേഷം നമുക്ക് പാട്ട് പാടാം. ആദ്യത്തെ മെസ്സേജ് കഴിഞ്ഞ ശേഷം നമുക്ക് പാട്ട് പാടി ആമേൻ. സ്തോത്രം. ജോൺ പാസ്റ്റർ കഴിഞ്ഞ ദീർഘനാളുകളുണ്ടായിരുന്നു. ഭവനത്തിൽ വെച്ച മീറ്റിംഗ് തൊട്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു. ആദ്യമൊക്കെ എല്ലാ മീറ്റിങ്ങിലും കുടുംബമായി വരുവാൻ ദൈവദാസൻ ഇടയാക്കി. കുഞ്ഞുങ്ങളും കൊച്ചുമക്കളുടെ ഒക്കെ ടേക്ക് കെയർ ചെയ്യേണ്ടതുകൊണ്ട് കർത്താവിൻ്റെ ദാസിക്ക് പലപ്പോഴും വരുവാൻ കഴിയത്തില്ല. സ്തോത്രം. അതുപോലെ തന്നെ ദൈവദാസനെ അടുത്ത ഞായറാഴ്ചയുള്ളൂ. നമുക്ക് ഗസ്റ്റ് പാസ്റ്റേഴ്സ് അടുത്ത സൺഡേയിലുണ്ട്. അപ്പം എന്നാൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഒപ്പമായിരുന്നത് വളരെ അനുഗ്രഹമായിരുന്നല്ലോ. അപ്പോൾ തന്നെ റിങ്കിൾ ടോയിൽ പാസ്റ്ററുടെ ചുരുക്കം ചില ആഴ്ചകളുടെ ഉള്ളല്ലോ. അവർ ദിവസങ്ങളൊക്കെ നമ്മൾ ബിസി ആയിട്ടുള്ളത് കൊണ്ട് ആമേ സ്തോത്രം. ദൈവദാസൻ്റെ കൂടെ ഇന്ന് കേൾക്കാൻ അവസരമുണ്ട്. ആമേ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രാരംഭമായി പ്രിയ റിങ്കിൾ ടോയിൽ പാസ്റ്റർ മുമ്പോട്ട് കടന്നു വന്ന് ദൈവനെ സംസാരിക്കും. അതിനുശേഷം നമുക്ക് 12-20 വരെയുള്ള സമയം ദൈവദാസന്മാരെ ഷെയർ ചെയ്ത് എടുക്കും. സ്തോത്രം. അരമണിക്കൂറുള്ള സമയമുണ്ട് ഓരോ ദൈവദാസന്മാർക്കും. ആദ്യത്തെ മെസ്സേജിന് ശേഷം വേഗത്തിൽ കൊയർ മുമ്പോട്ട് വന്ന് ഒരു പാട്ട് പാടുമ്പോൾ എഴുന്നേറ്റ് സ്തോത്രം വഴിവെടുക്കും. അതിനുശേഷം രണ്ടാമത് കർത്താവിൻ്റെ ദാസൻ ദൈവജനം സംസാരിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ നല്ല അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടി നിങ്ങളുടെ അടുക്കൽ
നിങ്ങളോട് ഒരുമിച്ച് ദൈവവചനവുമായി നിൽക്കുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകിയതിനെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവദാസന്മാരിൽ നിന്ന് കേൾക്കുന്നത് എനിക്ക് വളരെ താല്പര്യമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ചില മിനിറ്റുകൾ മാത്രം എൻ്റെ അനുഭവത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് തുടർന്നുള്ള സമയം അതുകൂടി കർത്താവിന് ദാസന് കൊടുക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഞാനിവിടെ ഇരുന്നപ്പോൾ ഇന്നത്തെ ആരാധനയിൽ ഒരു പ്രത്യേക അന്തരീക്ഷം ഉണ്ടായത് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. സ്തോത്രം. രണ്ടാമത്തെ പാട്ട് പാടിയ സമയത്ത് ഒരു ഭയങ്കരമായ കൊടുങ്കാറ്റ് ഇതിനകത്ത് വീശുന്നതായിട്ട് എനിക്ക് കാണുവാനും അനുഭവിപ്പാനും ഇടയായി. ആ സമയത്ത് അനേക കറുത്ത ഇലകൾ ഈ ഭാഗത്തേക്ക് പറന്നു പോകുന്നതായിട്ട് കാണുവാൻ കഴിഞ്ഞു. അപ്പോൾ തന്നെ ഒരു വലിയ തീക്കുണ്ഡം അതിങ്ങനെ ജ്വലിക്കുവാൻ തുടങ്ങി. ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ആ തീജ്വാല കത്തി ജ്വലിക്കുവാനും ദൈവജനം അതിനുള്ളിലിരുന്ന് ദൈവത്തെ ആരാധിക്കുന്നതുമായ ഒരു അനുഭവം അത് കാണുക മാത്രമല്ല അനുഭവിപ്പാനും ഇടയായി. ഒരു പ്രത്യേക സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് കർത്താവിൻ്റെ സേനയിലായിരിക്കാം. ഒരു ചെറിയ സബ്ജക്റ്റ് ഞാനിങ്ങനെ ക്രമീകരിച്ച് കൊണ്ടുവന്നു. എന്നാൽ അതിലേക്ക് തുടരണമോ വേണ്ടയോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം അതിനുള്ള ബന്ധത്തിൽ വായിക്കാം. പുറപ്പാട് പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. പുറപ്പാട് പുസ്തകം 31:2. മതി. പുറപ്പാട് 17-ന്റെ 11-ഉം 12-ഉം കൂടെ വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നാം ആദ്യം വായിച്ചത് ബെസലേലിനെ ദൈവം പേർ ചൊല്ലി വിളിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇതേപോലെയാണ് വ്യാഴാഴ്ച ചിന്തിച്ചത്. ദൈവം ആരെ വിളിച്ചു? യേഹൂവിനെ വിളിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ബെസലേലിനെ വിളിച്ചു. എന്തുകൊണ്ട് ബെസലേലിനെ ദൈവം വിളിച്ചു? ഹല്ലേലൂയ. ബെസലേൽ ഊരിൻ്റെ മകനാണ്. ബെസലേൽ ഊരിയുടെ മകനായ ബെസലേൽ. സ്തോത്രം. കാരണം തൻ്റെ പിതാവ് ഒരു വലിയ ശുശ്രൂഷ ചെയ്തു. ആ ശുശ്രൂഷ ഒരു വലിയ സമൂഹത്തിൻ്റെ ജയത്തിന് വേണ്ടി മുഖാന്തരമായി തീർന്നു. അതുകൊണ്ട് ദൈവം തൻ്റെ മകനെ ചില ആലയത്തിൽ ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യുവാനായി തിരഞ്ഞെടുത്തു. നാം വായിക്കുന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ യഹോവയായ ദൈവത്തിന് എഴുന്നള്ളി വസിക്കുവാൻ മോശ മുഖാന്തരം പണിയപ്പെട്ട ഒരു മന്ദിരമാണ് സമാഗമന കൂടാരം.
ആ സമാഗമന കൂടാരത്തിൻ്റെ പണിക്ക് വേണ്ടി ദിവ്യജ്ഞാനം പകർന്ന് ദൈവം തിരഞ്ഞെടുത്തത് ആമേൻ ഈ ബെസലേലിനെയാണ്. ആ മോശയുടെ കരങ്ങളെ തൻ്റെ പിതാവ് താങ്ങിയത് കൊണ്ട്, ഒരു വലിയ ജനസമൂഹത്തെ രക്ഷിച്ചത് കൊണ്ട്, ദൈവത്തിന് തൻ്റെ മകനെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുവാനായി പദ്ധതിയുണ്ടായി. അതിനുവേണ്ടി ദൈവം പേർ ചൊല്ലി വിളിച്ചു, ദിവ്യജ്ഞാനം നൽകി. സ്തോത്രം. തൻ്റെ ഹെൽപ്പറായി ഒഹലിയാവിനെ കൂടി ദൈവം നൽകിയെന്ന് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു 31-ാം അധ്യായത്തിൽ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദൈവം ചിലരെ പേർ ചൊല്ലി വിളിക്കാറുണ്ട്. സ്തോത്രം. ഇവിടെ നാം നോക്കുമ്പോൾ അഹരോനും ഹൂരും മോശയുടെ കരങ്ങളെ താങ്ങി. മോശ ആരാ? ഒരു ലീഡറാ, ഒരു ഉപദേശിയാ, ലക്ഷങ്ങളെ നയിക്കുന്ന ഒരു ദൈവദാസൻ. ആ ദൈവദാസന്റെ കരങ്ങളെ താങ്ങിയത് കൊണ്ട് തൻ്റെ തലമുറകളെ ദൈവം അനുഗ്രഹിച്ചു. എങ്കിൽ ഇന്ന് പകൽ ദൈവസേനയിലായിരിക്കുന്ന ദൈവമക്കളെ, ശുശ്രൂഷാ മുഖത്ത് നിൽക്കുന്ന ദൈവദാസന്മാരെ നാം ഏത് രീതിയിലാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഇവിടെ പറയുന്നത് അവരുടെ കരങ്ങളെ എന്ത് ചെയ്തു? താങ്ങി. ഇന്നും താങ്ങുന്നവരുണ്ട്, പക്ഷെ കരങ്ങളെ അല്ല. ചിലർ പറയാറുണ്ട്, അവൻ എനിക്കിട്ട് താങ്ങി. അങ്ങനെ താങ്ങരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവദാസന്മാരെ മാനിക്കുകയും ദൈവദാസന്മാരെ ഹല്ലേലൂയ അവരുടെ കരങ്ങൾക്ക് ശക്തി നൽകുകയും പ്രാർത്ഥനയിലൂടെ അവർക്ക് ശക്തി നൽകുകയും അവരുമായി ആത്മീയ കൂട്ടായ്മയിൽ സഹകരിക്കുകയും ചെയ്താൽ ഇന്ന് പകൽ ദൈവസേനയിലായിരിക്കുന്ന ദൈവമക്കളെ ദൈവം നമ്മുടെ തലമുറകളെ മാനിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം എന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചു. സ്തോത്രം. ദൈവം എന്നെ വിളിച്ചത്, എൻ്റെ അമ്മ എന്നെ ദൈവവേലയ്ക്ക് വേണ്ടി പ്രതിഷ്ഠിച്ചു. നിങ്ങൾ ആരെയും പ്രതിഷ്ഠിച്ചതുപോലെ അല്ല എൻ്റെ അമ്മ എന്നെ പ്രതിഷ്ഠിച്ചത്. ഇങ്ങനെ ഞാൻ ചിന്തിക്കുകയാണ്, എൻ്റെ അമ്മ ദൈവവേലയ്ക്ക് വേണ്ടി എന്നെ സമർപ്പിച്ചതുപോലെ ലോകത്തിൽ മറ്റാരെയും സമർപ്പിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, എന്താ ഇതൊരു പുതിയ പ്രതിഭാസമായിട്ട് തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ജനിച്ച് ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു മാരകമായ രോഗം എന്നെ പിടിച്ചു. എൻ്റെ ശരീരം മുഴുവനും ജീർണിച്ചു. നെറ്റിയും കവിളും മാത്രം വ്രണമില്ലാതെയുണ്ട്, മറ്റ് ബാക്കിയെല്ലാം വ്രണം. എൻ്റെ അമ്മയും എൻ്റെ മാമിയും അവർ നല്ലൊരു പ്രാർത്ഥനാനുഭവമുള്ള ഒരു പ്രവാചകിയായിരുന്നു. ഇവർ രണ്ടുപേരും മാത്രമേ എന്നെ എടുക്കുകയുള്ളൂ, വേറെ ആരും എന്നെ എടുക്കാറില്ല. അങ്ങനെ മരണവുമായി മല്ലടിക്കുമ്പോൾ എൻ്റെ അമ്മ ദൈവത്തോടൊരു നേർച്ച നേർന്നു. ഈ കുഞ്ഞിനെ ജീവനോടെ തന്നാൽ ആലയത്തിൽ കൊണ്ടുചെന്ന് ഇവനെ ലേലം ചെയ്ത് കർത്താവിന് വേണ്ടി വളർത്താമെന്ന്. എന്ത് ചെയ്ത്? ലേലം ചെയ്ത്. നിങ്ങൾ ആരെങ്കിലും ലേലം ചെയ്തിട്ടുണ്ടോ? ഇങ്ങനൊരു അനുഭവം ഞാൻ ലോകത്തിൽ കേട്ടിട്ടില്ല. അതോടുകൂടി എൻ്റെ അസുഖം കുറയാൻ തുടങ്ങി. ചില മാസങ്ങൾ കഴിഞ്ഞു, പഴയ അനുഭവത്തിലേക്കായി. ഒരു ദിവസം ഒരു സഭായോഗത്തിന് എൻ്റെ അമ്മയും പപ്പയും എന്നെ ലേലം ചെയ്യുവാനായി പള്ളിയിൽ കൊണ്ടുപോയി. വാസോട് പറഞ്ഞു, ഈ കുഞ്ഞിനെ ഞാൻ ദൈവനാമ മഹത്വത്തിന് വേണ്ടി തരികയാണ്, ഏൽപ്പിക്കുകയാണ്. ഇവനെ ലേലം ചെയ്ത് ഇവനെ കർത്താവിന് വേണ്ടി ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. ലേലം ചെയ്യാൻ തുടങ്ങി. പലരും ലേലം വിളിച്ചു. അവസാനം ഒരു പോലീസുകാരനും അമ്മയും കൂടി മത്സരം തുടങ്ങി. രണ്ടുപേരും മത്സരിച്ച് വിളിക്കുകയാണ്. പോലീസുകാരൻ വലിയ ധനാഢ്യനാണ്. തനിക്ക് 2 ആൺമക്കളൊരു മകളുമുണ്ട്. അത് പോരാഞ്ഞിട്ട് എന്നെയും കൂടെ വിളിക്കുക. അപ്പോൾ അമ്മയുടെ കയ്യിൽ ഇച്ചിരി കാശുണ്ടായിരുന്നു. അമ്മയുടെ കയ്യിലുള്ള കാശ്
ആ എമൗണ്ട് ആയപ്പോൾ അമ്മ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ഇനി ആരും എന്നെ കുഞ്ഞിനെ വിളിക്കരുത്, കുഞ്ഞിനെ എനിക്ക് വേണം, എൻ്റെ കയ്യിൽ ഇത്ര രൂപയുണ്ട് എന്ന് പറഞ്ഞ് അത് മേശപ്പുറത്ത് കൊണ്ടുവച്ചു. പാസ്റ്റർ 3 തരം പറഞ്ഞു സ്ഥിരപ്പെടുത്തി എന്നെ എൻ്റെ അമ്മയുടെ പക്കൽ ഏൽപ്പിച്ചു. അതാണ് ഒന്നാമതായിട്ടുള്ള സമർപ്പണമെന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞു. ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചു. ഒരു കാത്തിരിപ്പയോഗം നടക്കുമ്പോൾ, കാത്തിരിപ്പയോഗം എന്ന് പറഞ്ഞാൽ ഇന്ന് നടക്കുന്നത് പോലെയുള്ള കാത്തിരിപ്പയോഗമൊന്നുമല്ല. വെളുപ്പാൻ രാവിലെ 2 മണി 3 മണിയാവും കാത്തിരിപ്പയോഗം തീരാനായിട്ട്. നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുകയാണ്. ഞങ്ങളുടെ വീട് ഒരു മലയുടെ മുകളിലാണ്. അതിനേക്കാൾ മുകളിലാണ് ഈ ആലയം. ശേവയ്ക്ക് അറിയാം, ശാലയംപുരി ചർച്ച്. അവിടെ അർദ്ധരാത്രിയിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ മൈലുകൾക്കപ്പുറം കേൾക്കാം ഈ സൗണ്ട്. അങ്ങനെ ഇരിക്കെ ദൈവദാസൻ എന്നോട് പറഞ്ഞു, ദൈവ വേലയ്ക്ക് വേണ്ടി നിന്നെ സമർപ്പിക്കണം, അല്ലെങ്കിൽ നിന്നെ ഭൂമിയിൽ നിന്ന് മാറ്റുമെന്ന്. ഞാനത് അത്ര കാര്യമാക്കിയില്ല. എന്നിട്ട് 2-3 പ്രാവശ്യം എന്നോട് ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ ഭൂമിയിൽ നിന്ന് മാറ്റിക്കളയുമെന്ന് കേട്ടപ്പോൾ എൻ്റെ സഹോദരങ്ങൾക്ക് പ്രയാസം തോന്നി. എൻ്റെ സഹോദരി എതിർഭാഗത്തിരിക്കുകയാണ്. അവൾ പറഞ്ഞു സമർപ്പിക്കാൻ പറഞ്ഞു. എന്നിട്ട് എനിക്ക് ഇവരാരൊക്കെ പറഞ്ഞിട്ട് എനിക്ക് സമർപ്പിക്കണമെന്നുള്ളൊരു മനോഭാവം എനിക്കുണ്ടായി. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, എൻ്റെ അമ്മ എന്നെ ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചതാണ്. അവിടെ വെച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്നെ സമർപ്പിപ്പാനിടയായി. അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഈ രാജ്യത്ത് വരുവാനും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാനും ദൈവം അവസരം നൽകിയത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. അതിനുവേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തെ സമ്പൂർണ്ണമായി സമർപ്പിച്ചു. വർഷങ്ങൾ കൊണ്ട് കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ എല്ലാ ദൈവദാസന്മാരെയും മാനിക്കുന്നൊരു വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ നമുക്കറിയാം, മോശയ്ക്കും അഹരോനും എതിരായി സ്വതന്ത്രം വെല്ലുവിളികൾ ഉയർന്നു. കോരഹ്, ദാദാൻ, അബീരാം വെല്ലുവിളിച്ചു. അവർക്ക് എന്ത് സംഭവിച്ചു? ഭൂമി വായ് പിളർന്നു വീഴും. ആ സ്ഥലം കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ സൗദിയിൽ പോയപ്പോൾ അവിടെയുള്ള ചിലരെയൊക്കെ വിളിച്ചു, എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം, ഇന്ന സ്ഥലം ഒന്ന് കാണണമെന്ന് താല്പര്യമുണ്ട്. അപ്പോൾ എന്നോട് കൂടെ വന്ന വേറൊരു ദൈവദാസൻ കടന്നു പോയിട്ട് പറഞ്ഞു, അത് ഭയങ്കര ആഴമായ ഒരു കുഴിയായിട്ട് ഇന്നും കിടക്കുകയാണെന്ന്. സ്തോത്രം. അപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമി വായ് പിളർന്ന് ദൈവദാസനെതിരായി ശബ്ദമുയർത്തിയവനെ അവൻ്റെ കുടുംബത്തോടെ താഴ്ത്തിക്കളഞ്ഞു എങ്കിൽ അഗ്നികടാകത്തിലേക്ക് താഴ്ത്തി ആ മണൽ കൊണ്ട് നികഴ്ത്തിയെങ്കിലും ഇന്ന് ആ ചാൽ അതുപോലെ കിടക്കുക. ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവ പൈതലേ, നാം ഭയപ്പെടണം. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശെ ആര്? ദൈവത്തിന് വേണ്ടി ദൈവം വേർതിരിച്ച വ്യക്തിയാണ്. ഒരു ശുശ്രൂഷകൻ എന്ന് പറഞ്ഞാൽ, ഒരു ദൈവദാസൻ എന്ന് പറഞ്ഞാൽ വചനവുമായി നിൽക്കുന്ന ഒരു വ്യക്തി. ആ വ്യക്തി ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ. ആ വ്യക്തിക്ക് നാം ഒരു കൈത്താങ്ങൽ കൊടുപ്പാൻ, നാം ഒന്ന് ആ വ്യക്തിയെ ഒന്ന് ആദരിക്കുവാൻ, ആ വ്യക്തിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യുവാൻ, ആ വ്യക്തി ക്ഷീണിതനാകുമ്പോഴൊന്ന് താങ്ങുവാൻ നാം തയ്യാറാകുന്നു എങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസേനയിലായിരിക്കുന്ന ദൈവമക്കളെ ഞാൻ പറയട്ടെ, നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. എനിക്കറിയില്ല എന്താണ് ഈ വാക്യം ഇവിടെ ഇന്ന് വായിപ്പാൻ ദൈവം നൽകിയെന്ന്. സ്തോത്രം.
സകലത്തെയും അറിയുന്ന ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യയുണ്ട്. മാനിക്കേണ്ടവരെ മാനിക്കുക, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുക. ഹല്ലേലൂയ. കീഴ്പ്പെടേണ്ട സ്ഥാനത്ത് കീഴ്പ്പെടുക, അനുസരിക്കേണ്ട സ്ഥാനത്ത് അനുസരിക്കുക, ഏറ്റുപറയേണ്ട സ്ഥാനത്ത് ഏറ്റുപറയുക. ആമേ. അങ്ങനെയുള്ളതായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് ഉയർച്ചയുടെ പടികളാണ്. അത് ഉയർച്ചയുടെ പടികളാണ്. ഇന്ന് പകൽക്കാലം ദൈവസേനയിലായിരിക്കുന്ന ദൈവമക്കളെ, ബെസലേൽ ദൈവം അവനെ വിളിച്ചു വേർതിരിച്ചു. ഇന്ന് പകൽക്കാലം ഒരു കാര്യം നാം മനസ്സിലാക്കണം. നാം അനുഭവിക്കുന്ന പല നന്മകളും നമ്മുടെ മിടുക്ക് കൊണ്ടല്ല, നമ്മുടെ സാമർഥ്യം കൊണ്ടല്ല. ഇതിന്റെ പിന്നിൽ കഴിഞ്ഞ നാളുകളിൽ കരഞ്ഞ, നിലവിളിച്ച, നെടുവീർപ്പിട്ട, ദൈവസന്നിധിയിൽ നിലപാടി വീണ നമ്മുടെ മാതാപിതാക്കളുണ്ടല്ലോ. അവരുടെ കണ്ണുനീരാണ്, അവരുടേതായ വിയർപ്പിന്റെ വിലയാണ് ഇന്ന് പകൽക്കാലം നാം അനുഭവിക്കുന്ന നന്മകൾ, അനുഗ്രഹങ്ങൾ, ഉയർച്ചകൾ എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഹല്ലേലൂയ. മാതാപിതാക്കളെ ബഹുമാനിക്കുകയോ മാനിക്കുകയും ചെയ്യുന്നത് പോലെ ദൈവദാസന്മാരെ മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ നീ അനുഗ്രഹിക്കപ്പെടോ, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടോ. ഒരിക്കലോ ഹല്ലേലൂയ നീ പരാജയപ്പെടുവാൻ ദൈവം അനുവദിക്കയില്ല. പരാജയപ്പെടുവാൻ ദൈവം അനുവദിക്കയില്ല. ഓരോ പടിയും നാം ഉയർന്നുയർന്ന് പോകുമ്പോൾ മനസ്സിലാക്കണം, നാം കടന്നു വന്നതായ കഴിഞ്ഞ നാളുകളിലേതായ അനുഭവങ്ങൾ. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി കരഞ്ഞ അപ്പനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, ദൈവദാസന്മാരുണ്ട്, ദൈവസഭയുണ്ട്. ഹല്ലേലൂയ. ഒരു ദൈവപൈതലിന്റെ നിലനിൽപ്പ് ദൈവസഭയുടെ കണ്ണുനീരിൻ്റെ വിലയാണ്. ഹല്ലേലൂയ. 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 നാം ഓരോരുത്തരും ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളായിരിക്കുമ്പോൾ ഒരവയവത്തിനൊരു വേദന വന്നാൽ മറ്റവയവങ്ങൾ അതിനെ തലോടുന്നത് പോലെ, അതിന് സപ്പോർട്ട് ചെയ്യുന്നത് പോലെ, അതിനെ ഒന്ന് ആശ്വസിപ്പിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ സഭ ആമേ ഓരോ ശരീരമാകിയാൽ പരസ്പരം നമുക്കത് ആശ്വാസമാണ്, പരസ്പരം നമുക്കൊരു വിടുതലാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ആമേ. നാം ദൈവത്തെ ഭയപ്പെടണം, ദൈവവചനത്തിന് കീഴ്പ്പെടണം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടണം. ഹല്ലേലൂയ. ഉപദേശത്തിന്, ശാസനത്തിന്, ഗുണീകരണത്തിന് കീഴ്പ്പെട്ട് ദൈവസന്നിധിയിലായിരുന്നാൽ ഹല്ലേലൂയ ഹല്ലേലൂയ പരാജയമല്ല, അനുഗ്രഹ ഉയർച്ച നമ്മുടെ ജീവിതത്തിൽ ലഭിപ്പാൻ തക്കവണ്ണം ഇടയാകും. ദൈവസന്നിധിയിൽ നമുക്ക് താഴാം, ദൈവസന്നിധിയിൽ നമുക്ക് വിനയപ്പെടാം, ദൈവസന്നിധിയിൽ നമുക്ക് താണിരിക്കാം. ദൈവകൃപ നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾക്കാനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾക്കാനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. കഷ്ടങ്ങൾ വന്നാലും കഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. ലോകത്തിൻ താനുകൾ നീങ്ങിപ്പോയിടുമ്പോൾ, ലോകക്കാരെല്ലാരും കൈവെടിഞ്ഞിടുമ്പോൾ, ലോകത്തിൻ താനുകൾ നീങ്ങിപ്പോയിടുമ്പോൾ, ലോകക്കാരെല്ലാരും കൈവെടിഞ്ഞിടുമ്പോൾ, സ്വന്ത സഹോദരർ തള്ളിക്കളയുമ്പോൾ യോസേപ്പിൻ ദൈവമൻ കൂട്ടാളിയാണ്. സ്വന്ത സഹോദരർ തള്ളിക്കളയുമ്പോൾ യോസേപ്പിൻ ദൈവമൻ കൂട്ടാളിയാണ്. ക്രിസ്തീയ ജീവിതം
സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. അന്ധകാരം ഭൂവിൽ വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ, അന്ധകാരം ഭൂവിൽ വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ, അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും ദാനിയേലിൻ ദൈവമെൻ കൂട്ടാളിയാണേ. അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും ദാനിയേലിൻ ദൈവമെൻ കൂട്ടാളിയാണേ. ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യനാം രാജാവൻ കൂട്ടാളിയാണേ. ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യനാം രാജാവൻ കൂട്ടാളിയാണേ. എന്തിനി ഭാരങ്ങൾ എന്തിനി വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. എന്തിനി ഭാരങ്ങൾ എന്തിനി വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കേൾപ്പിച്ച നല്ല സന്ദേശത്തിനായി സ്തോത്രം പറഞ്ഞാട്ടെ. ബസലേലിനെ, ദൈവാത്മാവ് നിറഞ്ഞവനായ ബസലേലിനെ ദിവ്യജ്ഞാനം ദൈവം കൊടുത്ത് ആലയത്തിൻ്റെ പണിക്ക് ഉപയോഗിച്ചു. മോശയുടെ കരം താങ്ങിപ്പിടിച്ച ഹൂരിനെ പോലെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയുടെ കരങ്ങൾ ഉയർന്നു നിൽക്കുവാൻ, പ്രാർത്ഥനയാൽ കരങ്ങളെ ഉയർത്തിപ്പിടിക്കുവാൻ, പ്രാർത്ഥന എന്ന സപ്പോർട്ടോടെ നിൽക്കുവാൻ സഭയാ കുടുംബങ്ങളെ ദൈവം നമുക്ക് എല്ലാവർക്കും ഇടയാക്കട്ടെ. കർത്തൃത്വത്തിൽ കേട്ട നല്ല അനുഭവ സാക്ഷ്യങ്ങൾ ദൈവം നടത്തിയ വിധങ്ങളെ കുറിച്ച് കേൾപ്പാനിടയായല്ലോ. എല്ലാവരും സ്തോത്രം ചെയ്താട്ട്. അർപ്പിച്ച സ്തോത്ര വഴിപാടിനായി എല്ലാവരും സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ ദൈവമേ, ഈ സ്തോത്ര വഴിപാടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്തൃദാസനോട് കേട്ട നല്ല ആലോചനയ്ക്കായി സ്തോത്രം. കർത്താവ് ഇതിലേക്ക് കരുന്നിട്ട് എല്ലാ കാര്യങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണം. ആഗ്രഹിച്ച അളവിൽ കൊടുപ്പാൻ കഴിയാതെ ഭാരം അനുഭവിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ടല്ലോ. അവരുടെ കാര്യങ്ങളെ ദൈവം ബലപ്പെടുത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലഭ്യമായിരിക്കുന്ന പണം അങ്ങയുടെ നാമത്തിന് വേണ്ടി പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുവാൻ ചുമതലപ്പെട്ടവരെ ദൈവം ഇടിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള വചന ശുശ്രൂഷ ദൈവം അനുഗ്രഹിക്കണം. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമം തന്നെ ആമേൻ. ജോൺ പാസ്റ്റർ എല്ലാവർക്കും സ്തോത്രം. കർത്താവിന് മഹത്വം. പ്രിയ ടോബി പാസ്റ്റർ കൂടെ അനുഗ്രഹമായ സന്ദേശം കർത്താവ് തന്നല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ ശിവ പാസ്റ്ററും കുടുംബവും ഈ സഭയ്ക്ക് ചെയ്യുന്ന എല്ലാ സേവനങ്ങൾക്കായും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദീർഘവീക്ഷണത്തോടെ ദൈവസഭയെ നയിക്കുവാനുള്ള പ്രാപ്തി കർത്താവ് ദാസന് ദൈവം കൊടുത്തല്ലോ. ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ഞാൻ ഈ പ്രാവശ്യം ഇങ്ങനെ കൂടെ വരാൻ മുഖാന്തരമായത് പ്രിയ സോജൻ ബ്രദറും കുടുംബമാണ്. ആ കുടുംബം ഈ സഭയ്ക്ക് വലിയ അനുഗ്രഹമാണ്. ദൈവരെ നിലനിർത്തട്ടെ. പ്രൈസ് ദി ലോർഡ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, അവർ വളരെ ബ്ലസ്സഡ് ആയിട്ടുള്ളൊരു സൺഡേ സ്കൂൾ ഇവിടെ ഉണ്ട്. കുട്ടികളെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. നൈസ് ആൻഡ് ടാലൻറ്റഡ് സ്റ്റുഡൻസ്. ദൈവരെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഫെയ്ത്ത്ഫുള്ളായിട്ടുള്ള ടീച്ചേഴ്സ് ഇവിടെ ഉണ്ട്. അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെ പ്രിൻസിപ്പലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി ഡിസിപ്ലിൻഡാണ്. അത് നിശ്ചയമായിട്ടും തന്നെ ഏൽപ്പിച്ച റെസ്പോൺസിബിലിറ്റി നന്നായി ചെയ്യുകയാണ്. അത് സ്റ്റുഡൻസിനുള്ള അനുഗ്രഹത്തിന് വേണ്ടി തന്നെയാണ്. അത് ദൈവമായി കർത്താവ് പ്രയോജനപ്പെടുത്തട്ടെ എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. ദൈവം സഹായിക്കട്ടെ. ഇവിടെ കടന്ന എല്ലാ സഹോദരി സഹോദരന്മാരും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആത്മീയരായ സഹോദരി സഹോദരന്മാരാണ്. നിലനിൽക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഐക്യതയുടെ ആത്മാവിൽ ഏകമനസ്സോടെ നിലനിന്നാൽ നിശ്ചയമായിട്ടും ദൈവസഭയെ ദൈവം അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഇപ്രാവശ്യം ധാരാളം അവസരങ്ങൾ ലഭിച്ചു. അത് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു.
ഒരുപക്ഷെ ഇപ്രാവശ്യത്തെ ലാസ്റ്റ് മെസ്സേജ് ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. കർത്തദാസനിലൂടെ തൻ്റെ അനുഭവത്തിൽ കൂടെയും നമുക്കുള്ള ആലോചനകളും ദൈവം നൽകി. എന്നാൽ ഇതൊരു പ്രത്യേക സമയമായതുകൊണ്ട് ദൈവമക്കളുടെ പ്രത്യാശയെ ഉണർത്തുന്ന ഒരു സന്ദേശം വളരെ വേഗം ഓർപ്പിച്ച് നിർത്തുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. എപ്പിസ്റ്റൽ ടു ടൈറ്റസ്, തീത്തോസിൻ്റെ ലേഖനം, ചാപ്റ്റർ 2 വേഴ്സസ് 11, 12 and 13. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 11, 12, 13 വാക്യങ്ങൾ. മതി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എന്നെ വായിക്കുന്നു, ശ്രദ്ധിക്കുക. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട്. സെയിൻറ്റ് പോളിൻ്റെ കൂട്ടുപ്രവർത്തകനായിരുന്നു ടൈറ്റസ്. ആ തീത്തോസിന് വ്യക്തിപരമായ ചില നിർദ്ദേശങ്ങളും ആലോചനകളും ഈ ലേഖനത്തിലൂടെ നൽകുകയാണ്. ഈ വായിച്ച വേദഭാഗത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ ദൈവമക്കൾ കാത്തിരിക്കുന്ന 2 പ്രത്യേക കാത്തിരിപ്പുകൾ, ദൈവമക്കൾ കാത്തിരിക്കുന്ന 2 കാര്യങ്ങൾ 12-ാം വാക്യത്തിലുണ്ട്. നാം ഭാഗ്യകരമായ പ്രത്യാശ, എ ബ്ലെസ്സഡ് ഹോപ്പ്, ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും. ഗ്ലോറിയസ് അപ്പിയറൻസ് ഓഫ് അവർ ഗ്രേറ്റ് ഗോഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. പലരും ചോദിക്കാറുണ്ട്, യേശു ദൈവമാണോ? ചോദ്യം ചെയ്ത് വളരെ ചോദ്യങ്ങളുണ്ട്. യേശു ദൈവമല്ലെന്ന് പറയുന്നവരുണ്ട്. ഇവിടെ എന്നാ വായിച്ചത്? യേശു ആരാ? ഗ്രേറ്റ് ഗോഡ്, മഹാദൈവം. ഹല്ലേലൂയ. ആമേൻ. യെശയ്യായിൽ 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷത, ഇത് രണ്ടുമാണ് ദൈവമക്കൾ കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. ഹല്ലേലൂയ. എൻ്റെ ആദ്യ ഭാഗം മാത്രമാണ് ഓർപ്പിക്കാൻ താല്പര്യപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു ഭാഗ്യകരമായ പ്രത്യാശയുണ്ട്. ലോകത്തിന് ഇന്ന് പ്രത്യാശയുണ്ടോ? ലോകത്തിന് മുമ്പിൽ എന്താ എന്നുള്ളത്? പ്രത്യാശയല്ല, നിരാശയാണ്. നാളെ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? സുനാമി വരുമോ? അത് എർത്ത്ക്വേക്ക് വരുമോ? പിന്നെ കോവിഡ് വരുമോ? അതിനപ്പുറത്തേത് വരുമോ? വളരെ ടെൻഷനാണ് മനുഷ്യൻ. ലോകത്തിനു മുമ്പിൽ നിരാശയാകുമ്പോൾ ദൈവമക്കൾക്ക് പ്രത്യാശയുണ്ട്. അത് ഭാഗ്യകരമായ പ്രത്യാശയാണ്. എന്താണ് ആ ഭാഗ്യകരമായ പ്രത്യാശ? ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരവ്. ആമേൻ. ദ സെക്കൻഡ് കമ്മിങ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അത് പ്രത്യാശയാണ്. എന്തുകൊണ്ട് നാം അത് വിശ്വസിക്കണം? ചുമ്മാ അത് പാസ്റ്റർമാരുടെയും ഉപദേശിമാരുടെയും ഒരു ജോലിയാ വിളിച്ചു പറയുന്നു. എന്തുകൊണ്ട് നാം വിശ്വസിക്കണം? നമുക്കറിയാവുന്ന ഭാഗമാണെങ്കിലും ഞാനൊന്ന് ഓർപ്പിക്കുകയാണ്. ഒന്നാമത്, നമ്മുടെ കർത്താവ് തന്നെ വാക്കാൽ പറഞ്ഞതാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന് 3-ാം വാക്യം, ജോൺ ചാപ്റ്റർ 14 verse 3, ഞാൻ പിന്നെയും വന്ന് നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത്. യേശു പറഞ്ഞു, ഐ വിൽ കം അഗൈൻ, ഞാൻ വീണ്ടും വരും. ആരാ പറഞ്ഞേ? യേശു എത്ര കള്ളം പറഞ്ഞിട്ടുണ്ട്? അവൻ്റെ പേരിനെ സത്യം എന്നാണ്. അവൻ ഒരു വ്യാജവും പറയാത്ത യേശു സ്വന്തമായി പറഞ്ഞു, ഐ വിൽ കം അഗൈൻ. ലോകത്ത് ആരും പറഞ്ഞിട്ടില്ല, യേശു തന്നെ പറഞ്ഞു, അല്ലേ? രണ്ടാമത്, ഏഞ്ചൽസ്, ആക്ട്സ് ചാപ്റ്റർ 1 verses 10 and 11. പ്രവൃത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങളിൽ, അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കും. യേശു സ്വർഗാരോഹണം ചെയ്ത സമയത്ത് ശിഷ്യന്മാർ
ആകാശത്തേക്ക് ഉറ്റുനോക്കുമ്പോൾ ഉറ്റുനോക്കി വെള്ള വസ്ത്രം വെള്ള വസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാരെന്ന് പറഞ്ഞ ഏഞ്ചൽസ് ആണത്. ആമേൻ. അതെ. അവരുടെ അടുക്കൽ നിന്നു ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നതിനായി നിങ്ങൾ കണ്ടതുപോലെ the same Jesus, അതേപോലെ തന്നെ അവൻ വീണ്ടും വരും. Praise the Lord. കർത്താവിന്റെ ഒന്നാമത്തെ വരവിനെ കുറിച്ച് ഗബ്രിയേൽ ദൂതൻ ഒരു ദൂതനാണെന്ന് പറഞ്ഞല്ലേ, മറിയോട് ഒരു ദൂതനാ പറഞ്ഞത്. അതുപോലെ സംഭവിച്ചു. ഇപ്പൊ രണ്ട് ഏഞ്ചൽസ് പറയുക, നിങ്ങൾ നോക്കുന്നല്ലോ യേശു മേലോട്ട് പോകുന്നവനെ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. പിന്നെന്തോ വേണം? പ്രൈസ് ദി ലോർഡ്. പിന്നെ അപ്പോസ്തലൻസിന്റെ ഒക്കെ പ്രസംഗം എന്തായിരുന്നു? പ്രധാന പ്രസംഗ വിഷയമല്ലായിരുന്നു. സെയിന്റ് പോളിന്റെ ആണെങ്കിലും പീറ്ററിന്റെ ആണെങ്കിലും ജോണിന്റെ ആണെങ്കിലും എല്ലാം പ്രസംഗ വിഷയം അല്ലേ? ഫസ്റ്റ് തെസ്സലോനി 4:16 നമുക്ക് വളരെ പരിചിതമാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോട്, പ്രധാന ദൂതന്റെ ശബ്ദത്തോട്, ദൈവത്തിന്റെ കാഹളത്തോട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ആമേൻ. പീറ്റർ പറയുന്നു, അവൻ കള്ളനെ പോലെ വരും. സ്തോത്രം. നിനയാത്ത നാഴികയിൽ വരും. അതുകൊണ്ട് ആമേൻ ആധികാരികമായിട്ട് വചനം പറയുന്നുണ്ട്. പിന്നെ ഓൾഡ് ടെസ്റ്റമെന്റിന്റെ വിശുദ്ധന്മാരുടെ ഒക്കെ പ്രത്യാശ എന്തായിരുന്നു? ജീവിതം ശരീരം മുഴുക്ക വേദനയും ജീവിതം മുഴുക്ക ദുഃഖവുമായി കഴിഞ്ഞ ജോബിന്റെ പ്രത്യാശ എന്തായിരുന്നു? ജോബ് 19:25 വായിക്കണം എന്നില്ല. അവൻ പൊടിമേൽ നിൽക്കും. ഒരിക്കൽ അവൻ പൊടിമേൽ നിൽക്കുമ്പോൾ എന്നെ ദേഹം ക്ഷയിച്ചാലും ഞാൻ എന്നെ കണ്ണുകൊണ്ട് എന്റെ വീണ്ടെടുപ്പുകാരനെ കാണും. ആമേൻ. ദൈവമക്കളെല്ലാം പ്രത്യാശ അതാ. Praise the Lord. Hallelujah. അതുകൊണ്ട് കർത്താവ് വരൂ കേട്ടോ. ചിലർ എത്ര നാളോട് ഞങ്ങൾ കേൾക്കുന്നു. ഉണ്ണുണ്ണി സാറും കൊക്കു സാഹിബും ഇവരെല്ലാം പറഞ്ഞ് ഇപ്പം പലരും പറയുന്നില്ല. കാരണം ഇതുവരെ കർത്താവ് വന്നില്ല. എന്തുകൊണ്ടാ? ആമേൻ. 2 Peter chapter 3:9 പെട്ടെന്ന് വായിക്കും. 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ താമസിക്കുന്നില്ല. പിന്നെ എന്തുകൊണ്ട്? ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടാൻ ഇച്ഛിച്ച് നിങ്ങളെ ഓർത്ത് ദീർഘക്ഷമ കാണിക്കുകയാട്ടോ. തമ്പുരാന് വലിയ പ്രതീക്ഷ, ആരും നശിച്ചു പോകരുന്ന. പക്ഷെ എല്ലാവരും രക്ഷപ്പെടുമോ? ഇല്ല. സ്തോത്രം. നോഹയുടെ പെട്ടകം ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടായിരുന്നില്ലേ? അല്ലേ? ഏകദേശം 120 വർഷത്തോളം പുള്ളി പ്രസംഗിച്ച് കാത്തിരുന്നു. എത്ര പേര് കയറി? സ്തോത്രം. സ്ഥലമില്ലാഞ്ഞിട്ടല്ലോ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, എന്നെ കർത്താവ് വരാൻ താമസിക്കുന്നതെന്ന് അറിയാമോ? ആരും നശിച്ചു പോകാതിരിക്കുവാൻ. ഒരു 10 വർഷത്തിന് മുമ്പ് കർത്താവ് വന്നിരുന്നെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ചിലരൊന്നും കാണത്തില്ല. ആമേൻ. ഇന്നും കർത്താവിന് ദീർഘക്ഷമ. അമ്മ ചിലരൂടെ കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടണം. ചിലരൂടെ രക്ഷിക്കപ്പെടണം. ചിലരൂടെ സ്നാനപ്പെടണം. ചിലരൂടെ അഭിഷേകം പ്രാപിക്കണം. ചിലരൂടെ ഒരുക്കപ്പെടണം. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ സ്നേഹമാണ്, കർത്താവിന് ദീർഘക്ഷമയാണ്. ആമേൻ. ആർക്കു വേണ്ടിയാ യേശു വരുന്നേ? ആരെ കൊണ്ടുവരാ? ഒത്തിരി കാര്യം ഉണ്ടെങ്കിൽ 2-3 കാര്യം മാത്രം പറയാം. ചാപ്റ്റർ ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 12:40 12:40. അവൻ അവനോട്, മനുഷ്യ എന്നെ നിങ്ങൾക്ക് ലൂക്ക് 12:40 നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് ആർക്കു വേണ്ടിയാ വരുന്നേ? പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്നവർക്ക് വേണ്ടി, ഒരുങ്ങിയിരിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് വരുന്നേ. എന്താ ഒരുക്കം? എന്താ ഒരുക്കേണ്ടത്? സ്തോത്രം. ചർച്ചിന്റെ തുടക്കത്തിൽ പത്രോസ് നിന്ന് ഒരു പ്രസംഗം ചെയ്തു. പ്രവൃത്തി പുസ്തകം 2-ാം അധ്യായം 37 മുതലുണ്ട്. ആ പ്രസംഗത്തിൽ എന്നാ പറയുന്നു? നിങ്ങൾ ഓരോരുത്തൻ മാനസാന്തരപ്പെടണം, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണം, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം, ആമേൻ, വിശുദ്ധീകരണം പ്രാപിക്കണം,
കൂട്ടായ്മ. ആമേൻ. അപ്പോസ്തലന്മാർ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു. ഇത് ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ചിന്റെ ഫണ്ടമെന്റൽ ഡോക്ടേഴ്സിൽ പെട്ടതാണ്. ഹല്ലേലൂയ. ഇത് പലരും ചോദിക്കാറുണ്ട്, നിങ്ങളുടെ സഭ തുടങ്ങിയിട്ട് എത്ര നാളായി? അങ്ങേ അറ്റം പോയാൽ കണക്ക് കൂട്ടിയാൽ 100 വർഷമായി പലരും കൂട്ടുന്നേ. ഞങ്ങൾ എത്ര വർഷം പഴക്കമുള്ളവരാണെന്നറിയാമോ? ഞങ്ങളാ യഥാർത്ഥ സഭ എന്നും പറഞ്ഞ് ഇന്ന് പലരും പിന്നെ സിംഹാസനത്തിന് വേണ്ടി അടിപിടി കൂട്ടുമല്ലേ. ആ സിംഹാസനം, ഈ സിംഹാസനം. എൻ്റെ കർത്താവ് ശിഷ്യന്മാരെ ഏതെങ്കിലും സിംഹാസനം സ്ഥാപിച്ചോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ആദ്യ സഭ ഏതാണ്? പെന്തക്കോസ്തൊന്നുമല്ല. യേശു പെന്തക്കോസ് സ്ഥാപിച്ചോ? ഇല്ല. പക്ഷെ ഈ ഉപദേശം ചിന്തിക്കുന്നവരാ. എന്ത്? ആദ്യ സഭയുടെ ഉപദേശം എന്തായിരുന്നു? മാനസാന്തരം. മാനസാന്തരപ്പെട്ടവർ സ്നാനം, അവർക്ക് പരിശുദ്ധാത്മ അഭിഷേകം, വിശുദ്ധീകരണം. ഹല്ലേലൂയ. പിന്നെ അപ്പോസ്തോലിക ഉപദേശം, അപ്പം നുറുക്ക്, കൂട്ടായ്മ, പ്രാർത്ഥന. ഈ അനുഭവങ്ങൾ ഉള്ളത് ഏത് കൂട്ടത്തിനാ? അപ്പൊ ആദ്യ സഭ ഏതാ? സന്തോഷമില്ലയോ? സ്തോത്രം. പലരും പറയും നിങ്ങൾ ഇന്നലെ കുരുത്ത തകര എന്നൊക്കെ പറയുമ്പോൾ അല്ല, ഞങ്ങളാണ് ആദ്യം. മറ്റേതൊക്കെ വന്നു കയറിയതാണ്. യഥാർത്ഥത്തിൽ ഈ അനുഭവം പ്രാപിച്ചതാണ് ദൈവസഭ. ഹല്ലേലൂയ. പിന്നെ ഒരു കാര്യം ഓർക്കണം, ഇവിടെ ഏതെങ്കിലും പേരിലുള്ള ഒരു ഡിനോമിനേഷൻ അല്ല സഭ. ഇവിടെയുള്ള എല്ലാം പ്രസ്ഥാനങ്ങളാണ്. IPC ആകട്ടെ, ചർച്ച് ഓഫ് ഗോഡ് ആകട്ടെ, AG ആകട്ടെ, മറ്റെല്ലാം പ്രസ്ഥാനങ്ങളാണ്. എന്നാൽ ഇതിനകത്തെല്ലാം ചർച്ച ഉണ്ട്. ഇതൊന്നും പെർഫെക്റ്റ്ലി ചർച്ച അല്ല, പക്ഷെ ഇതിനകത്ത് ചർച്ച ഉണ്ട്. എന്നാ റിയൽ ചർച്ച് വെളിപ്പെടുന്നത് നാം കേട്ടതുപോലെ, എന്നെ കർത്താവ് സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കും, ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരം പ്രാപിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ശ്രദ്ധിച്ച്, അങ്ങ് മേലോട്ട് പോകുന്ന എത്ര പേരുണ്ടോ? അതാണ് ചർച്ച്. അന്നാണ് യഥാർത്ഥ ചർച്ച് വെളിപ്പെടുന്നത്. ഇന്ന് ചർച്ചിലേക്കുള്ള ഒരുക്കമാ ഇവിടെ. ആമേൻ. ആ ചർച്ചിൽ ഉൾപ്പെടാനുള്ള ഒരുക്കമാ ഇവിടെ. ഹല്ലേലൂയ. യഥാർത്ഥ സഭ വെളിപ്പെടാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരുക്കം വേണം. രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? ആമേൻ. രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെടാൻ ദൈവാത്മാവ് നിർബന്ധിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ഒരു വിശുദ്ധ ജീവിതം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എത്ര വേഗം ഒരുക്കപ്പെട്ടോണം. ആമേൻ. ആമേൻ. നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പീൻ. വന്നിട്ടൊരുങ്ങാൻ ആരും കരുതരുത്, ഏത് നിമിഷവും സംഭവിക്കാം. രണ്ട് കാര്യത്തിന് വേണ്ടി എപ്പോഴും റെഡി ആയിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, മരണം എപ്പോഴും സംഭവിക്കാം. ആമേൻ. എത്ര പ്രതീക്ഷകളാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. US നടന്ന ഒരു ദുരന്തം കേട്ടല്ലോ. ഒരു ഫാമിലി, വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള, വളരെ ലക്ഷൂറിയസ് ലൈഫ് ജീവൻ നയിക്കുന്ന ഒരു കുടുംബം. ഹസ്ബൻഡും വൈഫും 3 കുഞ്ഞുങ്ങളുമായിട്ട് ഒരു കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി US വന്നു. അവിടുന്ന് ഒരു ഹെലികോപ്റ്ററിൽ ബർത്ത്ഡേ പാർട്ടി അതിനകത്ത് അത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഹെലികോപ്റ്റർ 2 ആയിട്ട് മുറിഞ്ഞു പോയി. ആ ഫാമിലി മൊത്തം കടലിൽ വീണ് ആ നിമിഷം കൊണ്ടുപോയി. മനുഷ്യൻ്റെ പ്രതീക്ഷകളൊക്കെ പോകും കേട്ടോ. ആമേൻ. ഇന്ത്യയിൽ നടന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് കഴിഞ്ഞൊരു ദിവസം ഇന്ത്യയിൽ പൂനെയിലോ മറ്റോ ലാൻഡ് ചെയ്ത് അല്പനേരം കഴിഞ്ഞപ്പോൾ ആ പൈലറ്റ് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചു. എത്ര സംഭവങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ലൈഫിന് ഒരു ഗ്യാരണ്ടിയില്ല. എപ്പോഴും ഒരുങ്ങിയിരിക്കണം. എപ്പോഴാ കർത്താവ് വിളിച്ചാൽ പോകാൻ റെഡിയായിരിക്കണം. ഒന്നാം മരണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കണം. കർത്താവിന് വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കണം. ഇത് നിശ്ചയമാണ്, സമയം നിശ്ചയമില്ല. ഒരുങ്ങിയിരിക്കണം. ഹല്ലേലൂയ. മറ്റൊന്ന് മാത്യു ചാപ്റ്റർ 25 വേഴ്സ് 13. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 25:13. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പിൻ. ആമേൻ. ആർക്ക് വേണ്ടിയാ കർത്താവ് വരുന്നത്? ഉണർന്നിരിക്കുന്നവർക്ക് വേണ്ടി. ഒരു കൂട്ടം ഒരുങ്ങി ഇറങ്ങിയതാ.
ഇറങ്ങിയപ്പോൾ ഭയങ്കര ഒരുക്കമായിരുന്നു, വലിയ ഉണർവുമൊക്കെ ആയിരുന്നു. ഇപ്പൊ വന്നാൽ പോവും. എൻ്റെ ഇറങ്ങിയ കാലത്തെ അനുഭവമൊക്കെ ദിവസം പറഞ്ഞല്ലോ. ഇവിടെ ഇരിക്കുന്നവരുടെ അനുഭവം ഓർത്ത് നോക്കിയേ. ഇറങ്ങിയപ്പോഴത്തെ ഉണർവുണ്ടോ ഇപ്പം? ഇപ്പൊ വന്നാൽ പോകുമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച പലരും ഇപ്പോൾ മയക്കം പിടിച്ച് ഉറങ്ങി. മയക്കം പിടിച്ച് ആത്മീയ ജീവിതത്തിൽ മയക്കം വരുമ്പോൾ ഓർത്തോണം, ഉറങ്ങാൻ സാധ്യതയുണ്ട്. പണ്ടത്തെ സന്തോഷമില്ല, പണ്ടത്തെ ഉത്സാഹമില്ല, പണ്ടത്തെ താല്പര്യമില്ല, പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല, ആരാധിക്കാൻ താല്പര്യമില്ല, ആരാധനയ്ക്ക് പോകാൻ താല്പര്യമില്ല. ആമേൻ. വല്ല വിധേന ഏതെങ്കിലും റീസൺ പറഞ്ഞ്, ഇവിടുത്തെ കാര്യമല്ല, പലയിടത്തും അങ്ങനെ ഉണ്ട്. സ്തോത്രം. അത് ഉറക്കം വരാനുള്ള സാധ്യതയാണ്. ആത്മീയ ജീവിതത്തിൽ ആത്മീയ മന്ദത. ഇന്ന് പകലിനെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ആത്മീയ ജീവിതത്തിൽ തീഷ്ണത കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, സന്തോഷം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആരാധന കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, ജീവിത വിശുദ്ധി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആമേ, ഉണർത്തപ്പെട്ടുകൊള്ളുക. ഹല്ലേലൂയ. ആമേൻ. ഇറങ്ങിയപ്പോൾ തീഷ്ണത, ആ ഉണർവിന്റെ എവിടെയെങ്കിലും പാളിച്ച വന്നിട്ട് വരാം, ന്യായമായിട്ടും വരാം കേട്ടോ. അന്നേരം ഉണരണം. ദൈവാത്മാവ് സംസാരിക്കുമ്പോൾ, ദൂതുകൾ കേൾക്കുമ്പോൾ, ദൈവാത്മാവ് തട്ടി ഉണർത്തുമ്പോൾ, ഹല്ലേലൂയ. ആമേൻ. ചില ശോധനകൾ എന്തിനാണെന്നറിയാമോ? ചില വേദനകൾ എന്തിനാണെന്നറിയാമോ? നിന്നെ ഉണർത്താനാ. ആമേൻ. ചില നിരാശകൾ, കഷ്ടങ്ങൾ എന്തിനാ കൂടെ കൂടെ വരുന്നത്? നിന്നെ ഉണർത്താനാണ്. ഉണർന്നോണം. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത്, ഉണർന്നുകൊള്ളുക, ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. സ്തോത്രം, സ്തോത്രം. ഉണരണം. ഇനി ആർക്ക് വേണ്ടിയാ വരുന്നത്? ഹീബ്രൂസ് chapter 9 verse 28. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. Praise the Lord. ആർക്ക് വേണ്ടി വരുന്നത്? തനിക്കായി കാത്തു നിൽക്കുന്നവർ. eagerly waiting for. ആമേൻ. കാത്തു നിൽക്കുന്നവർക്ക് വേണ്ടി. അപ്പോ ഒരുങ്ങിയിരിക്കുന്നവർക്ക് വേണ്ടി, ഉണർന്നിരിക്കുന്നവർക്ക് വേണ്ടി, പിന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി. എന്തുവാ കാത്തിരിപ്പ്? ഇവിടെ കുടുംബസ്ഥരായവര് നല്ല പങ്കുണ്ട്. നമ്മുടെ നാട്ടു നടപ്പനുസരിച്ച് മാരേജിന് മുമ്പ് ഒരു എൻഗേജ്മെന്റ് ഉണ്ടല്ലോ, അല്ലേ? എല്ലാവർക്കും എൻഗേജ് ഉണ്ടെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ എൻഗേജ്മെന്റിന് ഒരു ഡേറ്റ് നിശ്ചയിക്കും. ഏതാ? മാരേജിന്റെ ഡേറ്റ്. അപ്പോൾ മാരേജിന്റെ ഡേറ്റ് നിശ്ചയിച്ച് കഴിഞ്ഞിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞ് ആ ഡേറ്റ് മറന്നുപോയി എത്ര പേരുണ്ട്? മാരേജിന്റെ ഡേറ്റ് നിശ്ചയിച്ചു, എൻഗേജ്മെന്റ് ഡേറ്റ് അങ്ങ് നിങ്ങൾക്ക് മറന്നവരാണോ? മറക്കാറുണ്ടോ? മറക്കാൻ സാധ്യതയുണ്ടോ? എനിക്കറിയത്തില്ല, സാധ്യതയില്ലെന്ന് എൻ്റെ അറിവ്. കാരണം ഇങ്ങോട്ട് താഴോട്ട് എണ്ണും, കൗണ്ട് ഡൗൺ 30 അല്ലെങ്കിൽ 28, 14, 13, 12. ആ കാത്തിരിപ്പ്, ആ ദിവസത്തിന് വേണ്ടി കാത്തിരിപ്പ്. എന്താ ദൈവമക്കളുടെ പ്രത്യാശ? ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എന്താ ചെയ്തത്? ഏത് നിലപാടിലേക്ക് വന്നിരിക്കുന്നത്? ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നൊരു ഭാഗം ഉണ്ടല്ലോ, അത് 2 Corinthians chapter 11 verse 1 വായിച്ചേ പെട്ടെന്ന്. നിങ്ങൾ എന്റെ പക്കലുള്ള അസാരം ബുദ്ധിഹീനത പുറത്തു കൊണ്ടാൽ കൊള്ളുമായിരുന്നു. Verse 2. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പോൾ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. Praise the Lord. നീ രക്ഷിക്കപ്പെട്ടപ്പോൾ, സ്നാനപ്പെട്ടപ്പോൾ എൻഗേജ്മെന്റേ നടന്നുള്ളൂ. എൻഗേജ്മെന്റ് നടന്നു പറഞ്ഞ് കല്യാണം നടക്കണമെന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. ആമേൻ. എൻഗേജ്മെന്റ് നടന്നവരെന്ന് സ്വതം പറഞ്ഞ് ഉറപ്പില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉറപ്പ് പ്രാപിച്ചോണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോൾ എൻഗേജ്മെന്റ് നടന്ന ക്രിസ്തു എന്ന ഏകപുരുഷന് വേണ്ടി നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നെങ്കിൽ ദൈവമക്കൾ കാത്തിരിക്കണം. സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചതുപോലെ
യേശു ക്രിസ്തുവിന്റെ നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് വഷളായി പോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആമേൻ, ഒരു ജാഗ്രതയായിരിക്കണം. സ്തോത്രം, സ്തോത്രം. ഏകാഗ്രത നഷ്ടപ്പെടുന്നുണ്ടോ? ഏകാഗ്രത നഷ്ടപ്പെടാൻ ഒത്തിരി മാർഗങ്ങളുണ്ട് കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ സൂക്ഷിക്കണം. ശത്രു വളരെ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആമേൻ. വളരെ നമ്മൾ കോഷ്യസ് ആയിരിക്കേണ്ട ഒരു ഭാഗം പെട്ടെന്ന് ഞാൻ ഓർപ്പിച്ച ഭാഗം കൂടെ വരാം. സാംസ് 140 വേഴ്സ് 4 എന്ന് വായിച്ചു. 4 and 5. യഹോവേ, ദുഷ്ടന്റെ കയ്യിൽ നിന്ന് എന്നെ കാക്കണമേ, സാഹസക്കാരന്റെ പക്കൽ നിന്ന് പാലിക്കണമേ. അവർ എന്റെ കാലടികളെ മറിച്ചു കളയുവാൻ അവൻ എന്റെ കാലടികളെ മറിച്ചു കളയുവാൻ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള ഗമനത്തെ തട്ടിത്തെറിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പൈശാചിക മണ്ഡലത്തെ നാം അറിയണം. അറിയാതെ നമ്മുടെ കാലുകളെ ഡ്രിപ്പ് ചെയ്യിക്കുന്ന ആ ശത്രുവിന്റെ തന്ത്രം. അടുത്ത് വായിച്ചു പെട്ടെന്ന്. ഗർവികൾ എനിക്കായി കെണിയും കയറും മറച്ചു വെച്ചു. കെണിയും കയറും മറച്ചു വെച്ചിരിക്കുന്നു. വഴിയരികെ അവർ വല വിരിച്ചിരിക്കുന്നു. വഴിയരികെ വല വിരിച്ചിരിക്കുന്നു. അവർ എനിക്കായി കുടുക്കുകൾ വെച്ചിരിക്കുന്നു. എന്തൊക്കെയാ പിശാച് ഒരുക്കി വെച്ചിരിക്കുന്നത്? കെണികൾ, ട്രാപ്പുകൾ, കയറുകൾ, കോഡ്സ്, വല, നെറ്റ്, കുടുക്കുകൾ, സ്നേഴ്സ്, ഇതൊക്കെ ഉണ്ട് കേട്ടോ. അറിയാത്ത വലകൾ, അറിയാത്ത കെണികൾ. ആമേൻ. ഇന്ന് ഒത്തിരി ബ്ലാക്ക് മെയിലിംഗ് നടക്കുന്നുണ്ട്. പലരെയും ട്രാപ്പിൽ അകപ്പെടുത്തുന്നുണ്ട് അറിയാതെ. ആമേൻ. വിശ്വാസി വീരന്മാരെ, ദൈവദാസന്മാരെ പോലും ട്രാപ്പിൽ പെടുത്തുന്ന ഒരു ലോകമാണ്. ആമേൻ. നെറ്റ് ഇന്ന് വളരെ സുലഭമാണ്. ഈ നെറ്റൊക്കെ സൂക്ഷിക്കണം. കുരുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ പാടാണ്. അതുകൊണ്ട് ബി കോഷ്യസ്. ആമേൻ. വളരെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. ക്രിസ്തുവിനുള്ള ഏകാഗ്രതയും ഇതൊക്കെ നല്ലതാണെങ്കിലും ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കണം. എൻ്റെ കർത്താവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളാക്കുന്ന ഒന്നും എനിക്ക് വേണ്ട. അതിനോട് ബൈ പറയുവാൻ ദൈവമക്കൾ തീരുമാനമെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് കാത്തിരിക്കണം. ഒരു കാര്യം കൂടെ, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. വെളിപ്പാട് പുസ്തകം, റെവലേഷൻ. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. വിശുദ്ധനാകുന്നു. ആർക്കു വേണ്ടിയാണ് ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുചേരുന്നത്? വിശുദ്ധന്മാരാണ്. അതുകൊണ്ട് ലോകത്തുള്ള എല്ലാവരെയും ചേർക്കാനല്ല കർത്താവ് വരുന്നത്. ആർക്ക് വേണ്ടിയാ? ആമേൻ. വിശുദ്ധന്മാർക്ക് വേണ്ടിയാണ്. യേശുവിന്റെ രക്തം സകല പാപമൊക്കെ നമ്മെ ശുദ്ധീകരിച്ചെങ്കിൽ ഓരോ ദിവസവും ശുദ്ധീകരണം പ്രാപിച്ചവരായി ആമേൻ വിശുദ്ധിയോട് മുമ്പോട്ട് പോകുവാൻ ഇടയായി തീരണം. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ കാലം സമീപിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നാം പ്രതീക്ഷിക്കാത്ത സമയത്ത് കർത്താവ് മടങ്ങി വരിക തന്നെ ചെയ്യും. എന്തിനാ കർത്താവ് വരുന്നതെന്നൊക്കെ പറയാനുണ്ട്. അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. സ്തോത്രം. നമ്മുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി ഒരു അനുഭവം മാത്രം ഞാൻ പറയാം. ഈ ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്കൻ കോണ്ടിനെൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ബോട്ടിൽ കുറച്ച് ആൾക്കാരുമായിട്ട് ഓഷ്യനിലൂടെ ഇങ്ങനെ കുറേ നാൾ യാത്ര ചെയ്തു. പ്രതീക്ഷയോടെ ഒരു പുതിയ കോണ്ടിനെൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. കുറേ നാൾ യാത്ര ചെയ്തിട്ടും ഒരു കരയും കണ്ടെത്തിയില്ല. അപ്പോൾ കൂടെ നടന്നവരൊക്കെ അസ്വസ്ഥരായി. ഞങ്ങളെ പ്രതീക്ഷയോട് വിളിച്ചോണ്ടിറങ്ങി. ഒരു പുതിയ കര കാണിക്കാമെന്ന് പറഞ്ഞാണ് ഞങ്ങളെ കൊണ്ടുവന്നത്. പക്ഷേ ഇതുവരെ ഒരു കരയും കണ്ടില്ല. എന്തിനാ ഞങ്ങളെ വിളിച്ചോണ്ട് വന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഈ ക്രിസ്റ്റഫർ കൊളംബസ് പറഞ്ഞു, നിങ്ങൾ ഇത് അസ്വസ്ഥരാകേണ്ട, താമസിക്കാതെ കര അടുക്കാൻ പോവാ. വെറുതെ പറഞ്ഞ് ഞങ്ങളെ പ്രലോഭിപ്പിക്കരുത്, തെളിവ് തരാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, 2 തെളിവ് ഞാൻ തരാം. നിങ്ങൾ ആകാശത്ത് നോക്കാൻ പറഞ്ഞു. ആകാശത്തിൽ നോക്കിയപ്പം ചെറിയ കുറച്ച് ബേഡ്സ് ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ അവർ ചോദിച്ചു, ഈ ബേഡ്സിനെ കുറിച്ച് ഞങ്ങൾക്ക് വല്ലതും അറിയാമോ? അറിയത്തില്ലെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം, ഇത് കരയിൽ നിന്നും വളരെയധികം ദൂരെ പറക്കാൻ കഴിയാത്ത ബേഡ്സാണ്. ഈ ബലഹീനമായ കൊച്ചു ബേഡ്സ് ഇങ്ങനെ പറന്ന് നടക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് വ്യക്തമാണ്, താമസിക്കാതെ കര കാണും.
Praise the Lord. Hallelujah. മറ്റൊരു തെളിവ് ഭൂമിയിൽ കടലിലേക്ക് നോക്കാൻ പറഞ്ഞു. കടലിൽ നോക്കുമ്പോൾ കുറച്ച് സസ്യങ്ങൾ ഇങ്ങനെ ഒഴുകി നടക്കുന്നു. ഈ ചെറിയ സസ്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വല്ലതും അറിയുമോ? അവർ പറഞ്ഞു ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. അദ്ദേഹം പറഞ്ഞു ഇത് കരയോടടുത്ത് നിൽക്കുന്ന സസ്യങ്ങളാണ്. ഓളം അടിക്കുമ്പോൾ ഈ സസ്യങ്ങൾ ഇളകി ഒഴുകുകയാണ്. അമ്മ ഒഴുകി നടക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, താമസിക്കാതെ കരയുണ്ട്. ഹല്ലേലൂയ. അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൂരവേ വിളിച്ചു പറഞ്ഞു കര കാണുന്നുണ്ട്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ ആകാശത്തിലേക്ക് നോക്കിയാൽ, ഈ ഭൂമിയിലേക്ക് നോക്കിയാൽ എന്തെല്ലാം തെളിവുകളാണ് എൻ്റെ കർത്താവിൻ്റെ വരവിനുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഒരുങ്ങിയിരിക്കണം. ഒരുങ്ങിയിരിക്കാൻ നാം തയ്യാറാകണം. സ്തോത്രം. അതായത് ഈ സൂചി ഉണ്ടാക്കുന്ന ഒരു പണ്ടത്തെ ഒരു ഫാക്ടറി, നീഡിൽ ഫാക്ടറി, അതിൻ്റെ ഒരു അനുഭവം കേട്ടിട്ടുണ്ട്. ഈ ഫാക്ടറിയിൽ എല്ലാ ദിവസവും വൈകിട്ട് ഫാക്ടറി അടയ്ക്കുന്നതിന് മുമ്പ് അതിലെ സ്റ്റാഫ് ഒരു മാഗ്നറ്റുമായിട്ട് ഇങ്ങനെ നടക്കും. എന്തിനാണെന്നറിയാമോ? അവിടെ ഇവിടെ പൊഴിഞ്ഞു വീണിരിക്കുന്ന നീഡിൽസ് ഉണ്ടല്ലോ, അതൊക്കെ ഈ മാഗ്നറ്റ് ചാടി പിടിക്കും. സ്തോത്രം. ഓമേ. എന്നാൽ അവിടെ കടലാസ് കിടക്കും, സിഗരറ്റ് കുറ്റി കിടക്കും, ഇതൊന്നും അനങ്ങത്തില്ല കേട്ടോ. ചാടി പിടിക്കുന്ന ആരാ? ഈ മാഗ്നറ്റുമായിട്ട് കണക്ഷൻ ഉള്ളവർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സ്തോത്രം, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ആ കണക്ഷൻ എപ്പോഴും ഉണ്ടായിരിക്കണം. സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ കർത്താവ് വരാൻ പോകുകയാണ്. ഭാഗ്യകരമായൊരു പ്രത്യാശ നമ്മുടെ മുൻപിലുണ്ട്. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് ദൈവസ്ഥലം ഒന്ന് എഴുന്നേൽക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രത്യാശയുടെ ഒരു ഗാനം നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ആ പ്രത്യാശയ്ക്ക് വേണ്ടി നമുക്ക് ഒരുക്കപ്പെടാം. ആമേൻ. ഒരുങ്ങിയിരിക്കുന്നവർക്ക് വേണ്ടിയാണ് കർത്താവ് വരുന്നത്. ഉണർന്നിരിക്കുന്നവർക്ക് വേണ്ടിയാണ് കർത്താവ് വരുന്നത്. കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയാണ് കർത്താവ് വരുന്നത്. വിശുദ്ധന്മാർക്ക് വേണ്ടിയാണ് കർത്താവ് വരുന്നത്. നിനയാത്ത നാഴിയിൽ കർത്താവ് വരുന്നത് കൊണ്ട് ഒരുങ്ങിയിരിക്കുവാനും ഉണർന്നിരിക്കുവാനും കാത്തിരിക്കുവാനും നമുക്ക് കഴിയട്ടെ. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വന്നുപോയ മയക്കങ്ങളെ, ഉറക്കങ്ങളെ വിട്ടുകളഞ്ഞിട്ട് കർത്താവിനോട് ഏകാഗ്രതയും നിർമ്മലതയും വിട്ടുവശലാകാത്ത അനുഭവത്തിൽ ജീവിപ്പാൻ ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ. ആ പാട്ട് അറിയാവുന്നവർ ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ, മധ്യവാനിൽ വെളിപ്പെടുവാൻ. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ, മധ്യവാനിൽ വെളിപ്പെടുവാൻ. കാലം ആസന്നമായി പ്രിയരേ, രൂപാളകം പങ്കി. കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരുന്നാം വേഗത്തിൽ ഇമ്പവിടതിൽ, കാണുന്ന മന്നാളിൽ പ്രിയൻ മുൻമുഖം. ചേരുന്നാം വേഗത്തിൽ ഇമ്പവിടതിൽ, കാണുന്ന മന്നാളിൽ പ്രിയൻ മുൻമുഖം. യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോൾ, യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോൾ, കാന്തൻ യേശു വരാൻ കാലമായി യേശുവരാൻ കാലമായി ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ, കാണുന്ന മന്നാളിൽ പ്രിയൻ മുൻമുഖം. ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ, കാണുന്ന മന്നാളിൽ പ്രിയൻ മുൻമുഖം. രോഗദുഃഖങ്ങളും മരണമതും തെലും നീ ഭയപ്പെടാതെ. രോഗദുഃഖങ്ങളും മരണമതും തെലും നീ ഭയപ്പെടാതെ. ദേഹം മണ്ണോടു ചേർന്നാലും രൂപാന്തരം പ്രാപിക്കും. ദേഹം മണ്ണോട്
വിളിക്കും. ചേരും ഞാൻ വേഗത്തിൽ ഇമ്പവിടതിൽ, കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരും ഞാൻ വേഗത്തിൽ ഇമ്പവിടതിൽ, കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ, മധ്യവാനിൽ വെളിപ്പെടുവാൻ. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ, മധ്യവാനിൽ വെളിപ്പെടുവാൻ. കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. 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 കർത്താവിനായി നമ്മൾക്ക് ഒരുക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. ചിലരെ കൂടെ ഒരുക്കുവാൻ നമുക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവ് നമ്മെ എല്ലാവരും സഹായിക്കട്ടെ. അളിയനെയും ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. കേൾപ്പിച്ച നല്ല സന്ദേശത്തിനായി, നല്ല അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവവചനങ്ങൾക്കായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബെസലേലിലെ ആലയമണിക്കായി ദൈവം നിയോഗിച്ചു, ദീപജ്ഞാനത്താൽ നിറയ്ക്കുവാനിടയായി. അനുഗ്രഹിക്കപ്പെട്ടതായ സന്ദേശം റിങ്കിൾ ടോവിൽ പാസ്റ്ററുടെ കേൾപ്പാനിടയായി. അവസാനമായി ദൈവവൃത്തിനും കൂടെ പ്രത്യാശയുടെ വാക്കുകൾ പിന്നെയും കേൾപ്പാനിടയായി. നിന്നെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർപ്പാൻ നമ്മുടെ കർത്താവ് വരാൻ സമയമായി. രോഗങ്ങളില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത ആ നല്ല നാടിനായി ആശയോടെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർപ്പാൻ നമ്മുടെ കർത്താവ് വരാൻ സമയമായി. ഹല്ലേലൂയ. ആ കർത്താവ് ഇതുവരെയും വന്നിട്ടില്ല. അവൻ ഇനി വരുന്നത് പാപികളെ രക്ഷിപ്പാനല്ല, തന്നെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർപ്പാൻ അവൻ രണ്ടാമതും പ്രത്യക്ഷനായി. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. അല്ല എങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കുവാൻ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിൻ്റെ പരമാസന്നമായി ഒന്ന് ഒരിക്കൽ കൂടെ കേൾപ്പാനിടയായി. മയങ്ങുന്നവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഉറക്കം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, മയങ്ങുന്ന ഒരു അനുഭവം ജീവിതത്തിലുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിലൊന്ന് മടങ്ങി വരുവാൻ, നമ്മുടെ പ്രത്യാശയെ ഒന്ന് ഉയർത്തുവാൻ, ഉണർത്തുവാൻ ദൈവകൃപ തരേണ്ടതിനായി നമ്മളെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. വചനം സംസാരിച്ച ദൈവദാസന്മാരെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ശേഷ ജോൺ പാസ് അടുത്ത ഒരാഴ്ചയുടെ നമ്മുടെ മധ്യേ ഉണ്ടല്ലോ. അതിനുശേഷം ദൈവഹിതമാണെങ്കിൽ തിങ്കളാഴ്ച പ്രഭാതത്തിൽ ദൈവഭൃത്യൻ ഇവിടുന്ന് നാട്ടിലേക്ക് കുടുംബമായി പോകുന്നല്ലോ. യാത്രയിലും ദൈവം കൂടി ഇരിക്കേണ്ടതായി പ്രാർത്ഥിക്കാം. വീണ്ടും ഒരു ആഴ്ചയുടെ കാണുവാൻ അവസരമുണ്ടല്ലോ. എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പരിശുദ്ധ ദൈവമേ, കേൾപ്പിച്ച നല്ല ദൈവവചനങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, പ്രാർത്ഥിച്ചാരംഭിച്ച സമയം മുതൽ ദൈവത്തിൻ്റെ ആത്മാവ് വിവിധ നിലകളിൽ കൂടെ ദൈവഭൃത്യന്മാരിൽ കൂടെ ദൈവം ഇടപെട്ടല്ലോ. കേൾപ്പിച്ച നല്ല സാക്ഷ്യങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പരമമായ സൺഡേ സ്കൂളിലെ ദൈവം അനുഗ്രഹിച്ചു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നല്ല യൂത്തിനെ പാടുവാൻ ദൈവടിയാക്കി. അനുഗ്രഹപ്പെട്ട കൊയറിനെ ദൈവം തന്നതിനായി സ്തുതിക്കുന്നു. നല്ല സങ്കീർത്തനം, സാക്ഷ്യം, ദൈവജന ശുശ്രൂഷ, കുഞ്ഞുങ്ങളുടെ ശുശ്രൂഷ, ദൈവജനമെല്ലാം ഞങ്ങൾക്ക് തന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളിപ്പോൾ പിരിയട്ടെ കർത്താവേ. ഞങ്ങളുടെ ശാന്തി കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണം. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ പൊന്നുനാമത്തിൽ തന്നെ എല്ലാവർക്കും ഒരു 2 മിനിറ്റ് കൂടെ അതത് സ്ഥാനത്തിരിക്കണം എന്ന് അർപ്പിക്കുന്നു. ആമേൻ. സ്തോത്രം. ഇപ്പോൾ സെക്രട്ടറി മുമ്പോട്ട്